കേരളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സ്വർണം കലക്കൽ, കോൺഗ്രസിലെ യുവ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഗർഭം കലക്കൽ, ഏറ്റവും ജുഗുപ്സാവഹമായ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രണ്ട് രാഷ്ട്രീയ മുന്നണികളുടെ മുന്നിൽ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതിനെതിരെ ഒരു പുതിയ ശക്തി ഉയർന്നു വരണം എന്നുള്ളതാണ്. 11-ാം തീയതി നടക്കുന്ന 9-ാം തീയതി നടക്കുന്ന കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന ജനങ്ങളോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ സാംസ്കാരികമായും വികസനപരമായും പിറകോട്ടടിപ്പിച്ച ഈ രണ്ട് ദുഷ്ടശക്തികൾക്കെതിരെ ഒരു പുതിയ രാഷ്ട്രീയ മുന്നണി ഉയർന്നു വരണം. അതാണ് രമേശൻ മത്സരിക്കുന്ന NDA BJP മുന്നണി എന്ന് ആമുഖമായി നിങ്ങളോട് പറഞ്ഞു നോക്കിയാണ്. കേരളം കടക്കണിയിലാണ്, കേരളം സാമ്പത്തിക മുരടിപ്പിലാണ്, കേരളത്തിലെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു, ചെറുപ്പക്കാർ പണിയില്ലാതെ രാജ്യം വിടുന്നു. ഇതിൽ നിന്ന് കേരളത്തെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഏറ്റവും കൃത്യമായ വികസന കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദിയുടെ ടീമിന്റെ ഭാഗമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം ഒരു വികസിത കേരളത്തെ കുറിച്ച് സ്വപ്നം കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ചിന്തിക്കുന്നത് ഒരു വികസിത കേരളത്തെ കുറിച്ചാണ്. നരേന്ദ്രമോദിയുടെ സ്വപ്നത്തിൽ 2047 ആകുമ്പോഴേക്ക് ഇന്ത്യ ഒരു വികസിത രാജ്യമാകും, ഒരു സൂപ്പർ പവറായി മാറും, ഒരു ലോക ഗുരുവായി, വിശ്വഗുരുവായി ഇന്ത്യ മാറും. അതിനൊപ്പം കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം കൂലങ്കുഷമായി ചർച്ച ചെയ്യേണ്ടത്. നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. കേരളത്തിലെ വ്യവസായം ഇവർ തകർത്തു തരിപ്പണമാക്കി LDF-ഉം UDF-ഉം. കേരളത്തിലെ കൃഷി ഈ LDF-ഉം UDF-ന്റെയും തെറ്റായ നയം കൊണ്ട് കേരളത്തിലെ കൃഷി മുരടിച്ചു പോയി. ഈ കേരളത്തെ ഇനി എങ്ങനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ പറയുന്നു, കൃഷിയെ നമുക്ക് ഹൈടെക് കൃഷിയാക്കി മാറ്റാം. നമ്മുടെ വീട്ടിനകത്തെ സ്റ്റോർ റൂമിൽ കൃഷി നടത്താൻ പറ്റും. ഒരു കൃഷിക്കാരൻ കേരളത്തിൽ കാശ്മീരിലെ കുക്കുമപ്പൂ തന്റെ ഓഫീസ് മുറിയിൽ കൃഷി ചെയ്ത് ലാഭം കൊയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ടെക്നോളജി ഏതാണെന്നറിയോ? വെള്ളം പോലും ഇല്ലാതെ അല്ലെങ്കിൽ ചുരുങ്ങിയ വെള്ളം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഹൈടെക് കൃഷി രീതികൾ ലോകത്തെ പഠിപ്പിച്ചത് ഇസ്രയേലാണ്. ഇസ്രയേലിന്റെ കൃഷി രീതി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചുരുക്കം ചില കൃഷിക്കാർ ഹൈടെക് കൃഷി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ വിധത്തിൽ കേരളത്തിലെ കൃഷിഭൂമികൾ നശിപ്പിച്ച LDF-ന്റെയും UDF-ന്റെയും തെറ്റായ നയത്തിന് വ്യത്യസ്തമായി കേരളത്തിൽ ഒരു പുതിയ കൃഷി രീതി, ഒരു ഹൈടെക് കൃഷി രീതി, അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. കേരളത്തിൽ വൻകിട വ്യവസായങ്ങൾക്ക് സാധ്യതയില്ല. കാരണം ഇവിടെ ഹർത്താലും ബന്ദും നോക്കുകൂലിയും CPM-ന്റെ തൊഴിൽ സമരങ്ങളും കൊണ്ട് ഈ കേരളത്തെ വൻകിട വ്യവസായങ്ങളുടെ മരുപ്പറമ്പാക്കി മാറ്റിയിരിക്കുന്നു. ഇനി ഇതിന് പകരം എന്ത് സാധിക്കും? ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, സെമി കണ്ടക്ടറിന്റെ വേൾഡ് ഹബ്ബാക്കി മാറ്റാൻ നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖറിനും ഒരു വിഷനുണ്ട്. കേരളത്തിന് ഏറ്റവും നല്ല സാധ്യതയുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്കാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കിയിട്ടുണ്ട്, അന്ന് അമേരിക്കയിലെ കാലിഫോർണിയ മുതൽ ബാംഗ്ലൂരും
ഹൈദരാബാദിലെയും IT രംഗത്ത് ജോലി ചെയ്യുന്നത് ഈ കേരളത്തിന്റെ യുവതിയുവാക്കളാണ്. അവരെ ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കേരളത്തിൽ ഹൈടെക് വ്യവസായങ്ങൾക്കും ഹൈടെക് കൃഷിരീതിക്കും സാധ്യതയുണ്ട് എന്നുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുന്നവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ ഇനിയും ഉപയോഗിക്കപ്പെടാത്ത 2 മേഖലകൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഒന്ന്, ഈ പ്രകൃതി രമണീയമായ ദൈവത്തിന്റെ സ്വന്തം നാടാണ്. പുഴയും കായലുകളും മനോഹരമായ സമുദ്ര തീരങ്ങളും കൊണ്ട് അനുഗ്രഹിച്ച ഈ മണ്ണ്, ഈ മണ്ണിന് പറ്റിയ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടൂറിസമാണ്. ആ കേരളത്തിന്റെ ടൂറിസം ഇപ്പോഴും സക്സസ്ഫുൾ അല്ല. അതിന് കാരണം ഇവിടെ കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. നമുക്ക് നല്ല റോഡ് ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി ഇതാ നല്ല 6 വരി പാത നമുക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. നമുക്ക് നല്ല 4 എയർപോർട്ടുകളുണ്ട്. ആ എയർപോർട്ടുകൾ സർവീസുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കണം. ഗോവയിലേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ ലോകത്തിലെ ടൂറിസ്റ്റുകൾ വരുന്നത് പോലെ കേരളത്തിലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള എയർപോർട്ടുകളിൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം, നല്ല റോഡ് വേണം. അതിനു പുറമെ നല്ല ഹോട്ടലുകൾ വേണം. നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഇല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ കണ്ണൂരിൽ 5 സ്റ്റാർ പോയിട്ട് ഒരു നല്ല 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽ പോലും ഇല്ല. പിന്നെ എങ്ങനെ ടൂറിസ്റ്റുകൾ വരും? കേരളത്തിലെ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ളത് ടൂറിസമാണ്. ടൂറിസം ഇൻഡസ്ട്രി നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. അതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. മറ്റൊന്ന്, ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള മഴ, കാർമേഘങ്ങൾ. പ്രിയപ്പെട്ടവരെ, നല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ കേരളത്തിൽ മഴവെള്ള ഡോളറിന്റെ നാടാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ നോക്കൂ, ഗൾഫ് നാടുകൾ വെറും മരുഭൂമിയായിരുന്നു. അവിടെ വെറും കാരക്കയും മീനും കൊണ്ട് ജീവിച്ച ട്രൈബുകളായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ. അവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ആധുനിക ശാസ്ത്രം ഭൂമിക്കടിയിൽ പെട്രോൾ കണ്ടെത്തി, ക്രൂഡ് ഓയിൽ കണ്ടെത്തി. അങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ വികസിപ്പിച്ചത്. അങ്ങനെയാണ് അവർ സമ്പന്നമായത്. ദൈവം ആ നാടുകളിൽ ഭൂമിക്കടിയിൽ ക്രൂഡ് ഓയിലാണ് നൽകിയതെങ്കിൽ ഈശ്വരൻ നമുക്ക് ആകാശത്തേക്ക് കാർമേഘങ്ങൾ നൽകിയിരിക്കുന്നു. ആ കാർമേഘങ്ങളിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ മുഴുവൻ ഒലിച്ച് കടലിൽ പോയി ഉപ്പുവെള്ളമാകുന്നു. ആ മഴവെള്ളം സംഭരിക്കുകയാണെങ്കിൽ, അത് കുടിവെള്ളമായി മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരുപക്ഷെ പെട്രോൾ ഡോളറിനേക്കാൾ വലിയ, ഒരുപക്ഷെ കാർമേഘ ഡോളറിന്റെ അല്ലെങ്കിൽ കുടിവെള്ള ഡോളറിന്റെ നാടാക്കി ഈ കേരളത്തെ മാറ്റാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തെ പുനർനിർമ്മിക്കാൻ പോകുന്ന ഈ NDAയുടെ BJPയുടെ കേരള വികസനം എന്ന കാഴ്ചപ്പാടിന്റെ 1-2 ആശയങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. കൃത്യമായി നരേന്ദ്രമോദിയുടെ ടീമിന് കേരളത്തെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് സംബന്ധിച്ച് കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ മഴവെള്ളം സംഭരിച്ച് അത് കുടിവെള്ളമാക്കി മാറ്റുകയാണെങ്കിൽ പിണറായി വിജയനും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള 5 ലക്ഷത്തിന്റെ കടം 1 വർഷം കൊണ്ട് നമുക്ക് തീർത്തു മാറ്റാൻ സാധിക്കും. ഇതുപോലുള്ള ഒരു വികസിത കേരളത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ടീം, രാജീവ് ചന്ദ്രശേഖരന്റെ ടീം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇതാണ് നമ്മുടെ വികസന കാഴ്ചപ്പാട്. ഞാൻ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ തത്തിക്കളിക്കുന്ന ഒരു മന്ത്രം എന്താണ്? സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമാണ് കേരളത്തിൽ എങ്ങും മുഴങ്ങിക്കേൾക്കുന്നത്. കാരണം ഈ കേരളത്തിലെ ജനമനസ്സുകൾ വലിയ ആശങ്കയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഗൃഹസമ്പർക്ക പരിപാടിക്ക് പോയപ്പോൾ ഒരു വീട്ടമ്മ എന്നോട് പറഞ്ഞത്, മോനെ, താമരക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവന്മാർ നമ്മുടെ അയ്യപ്പനെ തന്നെ പെട്ടുകൊണ്ടുപോകും, അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് ഉറപ്പായിട്ടും ഇക്കുറി താമരക്കാണ് എന്ന് പറഞ്ഞു. ഇതാണ് അമ്മമാരുടെ ഏറ്റവും ലളിതമായ ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാട് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ശബരിമല ആചാര ലംഘനത്തിന്റെ സന്ദർഭത്തിൽ
ഈ കേരളത്തിലെ ഒരു മഹാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഞാനൊരു അഭ്യർത്ഥന ജനങ്ങൾക്ക് മുമ്പിൽ നടത്തിയിരുന്നു. പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇലക്ട്രോണിക് സെന്ററത്തിന്റെ മുന്നിൽ നിന്ന് ശബരിമല ശാസ്താവ് ഞാൻ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയനെ നെഞ്ഞരപ്പല നോക്കി കുത്തിക്കൊടുക്കണമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ വിശ്വാസികൾ പലരും അത് കേട്ടില്ല, അത് മുഖവിലക്കെടുത്തില്ല. അവർ പിണറായിക്ക് കുത്തിക്കൊടുത്തു. പിണറായിയും കൂട്ടാളികളും ഇപ്പോൾ സ്വർണം കലത്തുന്നു, സ്വർണം ചമ്പാക്കി മാറ്റുന്നു. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ വാസുവും പത്മകുമാറും ഇപ്പോൾ ജയിലിൽ കിടന്ന് അവിടെ ഗോതമ്പ ഉണ്ട തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദം ഉണ്ടായി. ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുടെ മുഖ്യ ആസൂത്രകനായിട്ടുള്ള എൻ വാസുവിനെ കയ്യാമം വെച്ചതിനാണ് ഇവിടെ വലിയ ചർച്ച. എനിക്ക് പറയാനുള്ളത്, എൻ വാസുവിന് കയ്യാമം മാത്രമല്ല, കാലിലും വിലങ്ങിട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ ദൈവദ്രോഹിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഈ യോഗത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, 11-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന വിശ്വാസികൾ മാത്രമല്ല, ജനാധിപത്യവാദികളും അവിടെ പോളിംഗ് ബൂത്തിൽ ചെന്ന് അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയന്റെ നെഞ്ഞരപ്പല നോക്കി കുത്തിക്കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ കേരളത്തെ കടക്കണിയിലാക്കിയത്, കേരളത്തിലെ കൊള്ളയടിക്കുന്ന ഈ പിണറായി സംഘത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വി.ഡി. സതീശനും കോൺഗ്രസിനും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് ടീമിനെയും ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ മത്സരിക്കുന്ന, ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന രമേശൻ ചെങ്കുനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും നേടിയെടുക്കാൻ ഈ കൺവെൻഷന്റെ തീരുമാനമനുസരിച്ച് വരും ദിവസങ്ങളിൽ ആത്മാർത്ഥമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്പം നീണ്ടുപോയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.